ട്രെയിലർ തീർച്ചയായിട്ടും ഇന്നലെ രാത്രി അർദ്ധരാത്രി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ ഇന്നലെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് ഇന്നലെ രാത്രി എന്തായിരുന്നു സോഷ്യൽ മീഡിയ കത്തിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ട്രെയിലർ ആയിരുന്നു മൊത്തത്തിൽ. അതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിന്റെ മേക്കിങ്, അതേപോലെ തന്നെ ലാലേട്ടന്റെ ഒരു സ്വാഗ്, ഓറ ഒന്നും പറയാനില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ എക്സൈറ്റ്മെന്റ് ആണ് ഈ നിമിഷം വരെ, ഈ സമയം വരെ ഇപ്പോഴും എന്താണ് ഗൂസ് ബംസ് അങ്ങോട്ട് അടങ്ങിയിട്ടില്ല. അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. 3 മിനിറ്റ് ആണ് ട്രെയിലർ ഉള്ളത്. 3 മിനിറ്റ്, അതായത് ലൂസിഫറിന്റെ ട്രെയിലർ 3 മിനിറ്റ് 22 ആയിരുന്നു. 3 മിനിറ്റ് 50 സെക്കൻഡാണ് ഈ ട്രെയിലർ. ഈ 3 മിനിറ്റ് 50 എന്താണ് ഈ ഒരു 3 മിനിറ്റ് 50 ട്രെയിലർ ഇറക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ 1 മിനിറ്റ് കാണുന്ന പോലെ തന്നെ അത്രയും എന്റർടൈനിങ് ആയിട്ട് ഒരു സെക്കൻഡ് പോലും അയ്യോ അതൊരു ചടപ്പ് കുടുങ്ങാതെ അത്രയും എന്നത് വിഷ്വൽ ട്രീറ്റ്, ആ ഓരോ ഫ്രെയിമിന്റെ ഒരു റിച്ച്, ഇപ്പം ആ അത്രയും ഒരു റിച്ച് ഫ്രെയിം, അതേപോലെ തന്നെ ആ ഓരോ എവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് വെച്ചാലും അത്രമാത്രം പക്ക സ്വാഗുള്ള ഒരു ട്രെയിലർ ആയിരുന്നത്. ഇതിനെ എന്താ വെച്ചാൽ മലയാള സിനിമയുടെ പീക്ക് റിഡംഷൻ അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി പറയാൻ, ട്രെയിലറിനെ പറ്റി പറയാനായിട്ട്. എങ്ങനെയായിരിക്കും ഇനി ആഘോഷ പരിപാടികളൊക്കെ? റിലീസാണ്, എങ്ങനെയാണ് ആഘോഷം? ഇപ്പം നമുക്കറിയാം, ഇപ്പം മലയാള ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ FD എമ്പുരാൻ തൂക്കിയിരിക്കും. അതിന് വേറെ ഒരു ഇതുമില്ല, വേറെ ഒന്നുമില്ല. നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹർത്താൽ വരെ മാറ്റിവെച്ച് സെലിബ്രേഷൻ നടത്തി ഇവിടെ പടം കളിപ്പിച്ചവരല്ലേ ഞങ്ങള്. അതൊക്കെ എന്തായിരുന്നാലും ലാലേട്ടൻ ഫാൻസ് ഈ പടം ഉത്സവമാക്കിയിരിക്കും. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേരളക്കാരെ ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ഫാൻ ഷോ ആയിരിക്കും നടക്കാൻ പോണം. അതും നഗര ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലാ റിലീസ് സെന്ററുകളിലും, എവിടെയൊക്കെ റിലീസ് സെന്ററുകളുണ്ടോ അവിടെ എല്ലാം ഓരോ സെന്ററിലും അത്രയുമായിട്ട് വിപുലമായിട്ടുള്ള രീതിയിലെ ഫാൻ ഷോ ആയിരിക്കും ഇവിടെ ക്രമീകരിക്കുന്നത്. സംഗീത്, അതുപോലെ തന്നെ ട്രെയിലറിൽ ഒരുപാട് സർപ്രൈസ് ഉണ്ട്, പല കാര്യങ്ങളും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല, ഒരുപാട് ഹോളിവുഡ് നടന്മാരുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ഒരു സസ്പെൻസ് ത്രില്ലർ പടം തന്നെ ആയിരിക്കും അല്ലേ? കമ്പാരിറ്റീവ്ലി നമ്മൾ ലൂസിഫറിന്റെ ട്രെയിലർ നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ, അതായത് സിനിമയുടെ ആ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഡീറ്റെയിലിംഗ് ലൂസിഫർ ട്രെയിലറിലുണ്ട്. അതേപോലെ തന്നെ ഇതിലും ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇതിലും നോക്കിയത്. അപ്പൊ ട്രെയിലർ 2 ട്രെയിലറിലും കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ ട്രെയിലറിൽ നമ്മൾ ആരും കാണാതെ, നമ്മൾ പറയാതെ പോയൊരു പേരാണ് ദീപക് ദേവിന്റെ. അതായത് എമ്പുരാനെ പോലെ ഇത്രയും ഹൈ ഫ്ലെയിമിൽ പറഞ്ഞ ഒരു പടത്തിൽ ദീപക് ദേവ് മ്യൂസിക് ചെയ്താൽ ശരിയാവും, അനിരുദ്ധിനെ ഏൽപ്പിക്കണം, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങളല്ല, ആളുകൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദീപക് ദേവിന്റെ ആ ഒരു മ്യൂസിക് ഈ ട്രെയിലറിന്റെ ഒരു ആത്മാവ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ദീപക് ദേവ് അങ്ങനത്തെ ഒരു കത്തിച്ചത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അത്രയും രീതിയിലുള്ള ആ ഒരു പവർ പാക്ക് കത്തിക്കലായിരുന്നു ദീപക് ദേവിന്റെ വക കിട്ടിയത്. അതേപോലെ തന്നെ ഇനിയിപ്പം ലാലേട്ടന്റെ നമ്മളിപ്പം സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് കണ്ടേക്കുന്നത്. ഇനി എബ്രാം ഖുറേഷി എങ്ങനെയാണ്, എബ്രാം ഖുറേഷിയുടെ സ്വാഗും കാര്യങ്ങളൊക്കെ കാണുന്നതോടൊപ്പം തന്നെ ട്രെയിലറിൽ പോലും കാണാത്തൊരു വില്ലനും ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഖുറേഷിക്കൊത്ത വില്ലൻ ആരാന്നുള്ളത് അറിയുമ്പോഴത്തേക്കാണ് ഇനി അടുത്ത് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റിയ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.